യോ ഗൈസ്, വെൽക്കം ബാക്ക് ടു അനദർ ബ്രാൻഡ് ന്യൂ വീഡിയോ. സോ നമ്മൾ ഇന്ന് നോക്കാൻ പോകുന്നത് നമ്മൾ എടുത്തിട്ടുണ്ടായിരുന്ന NQലെ ഒരു ATM CR ട്രേഡിൻ്റെ ബ്രേക്ക് ഡൗൺ ആണ്. ഓക്കെ, സോ നമുക്ക് ഹയർ ടൈം ഫ്രെയിമിലാണ് ഫസ്റ്റ് കാര്യങ്ങൾ നോക്കേണ്ടത്. സോ നമ്മൾ എന്ത് ചെയ്യാം, ഫസ്റ്റ് ഹയർ ടൈം ഫ്രെയിമിൽ ഡെയിലി ടൈം ഫ്രെയിം അതുപോലെ 4 hour ടൈം ഫ്രെയിമിൽ എന്ത് ചെയ്യുക, പ്രൈസിൻ്റെ ഒരു ബയാസ് ചെക്ക് ചെയ്യുക. സോ അതിന് വേണ്ടിയിട്ട് നമ്മൾ ഹയർ ടൈം ഫ്രെയിമിൽ പ്രൈസ് എങ്ങോട്ടേക്കാണ് മൂവ് ചെയ്യുന്നത്, അതുപോലെ ഏതെങ്കിലും കീ ലെവൽസ് എന്ന് വെച്ചാൽ സപ്ലൈ ആൻഡ് ഡിമാൻഡ് സോൺസ്, അതുപോലെ ലിക്വിഡിറ്റി പോയിൻറ്റ്സ് ഉണ്ടോ എന്നുള്ളത് എന്ത് ചെയ്യുക, ജസ്റ്റ് നോക്കുക. സോ ഇവിടെ നമ്മൾ നോക്കുന്ന സമയത്ത് ഡെയിലിയിൽ നമുക്കിവിടെ പ്രീവിയസ് വീക്ക് ഹൈ ഓൾറെഡി സ്വീപ്പ് ചെയ്തിട്ട് പ്രൈസ് നമുക്ക് കാണാൻ പറ്റും. ഈ ഒരു ക്യാൻഡിലിന് ശേഷം പ്രൈസ് ഇവിടെ നമുക്ക് ഈ ഒരു ക്യാൻഡിൽ കാണാം. പ്രൈസ് ഈ ഒരു ലിക്വിഡിറ്റി എടുത്ത ശേഷം ഈ ഒരു ക്യാൻഡിൽ എന്ത് ചെയ്തു, നമുക്ക് ബിയറിഷ് ആയിട്ട് ക്ലോസിങ് തന്നിട്ടുണ്ട്. സോ നമുക്ക് അതിൻ്റെ ഒരു കണ്ടിന്യൂഷനാണ് ഈ ഒരു ഡേയിൽ എക്സ്പെക്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നത്. നമുക്ക് ഒരു ബിയറിഷ് മൂവ്മെൻ്റ് ആണ് ഈ ഒരു ഡേയിൽ എക്സ്പെക്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നത്. സോ നമുക്ക് ഇനി 4 hourലേക്ക് വരാം. അപ്പോൾ 4 hourലേക്ക് വരുന്ന സമയത്ത് അവിടെ നമുക്കൊരു ക്ലിയർ റേഞ്ച് ആയിരുന്നു ഉണ്ടായത്, ഇവിടെ നമുക്ക് കാണാൻ പറ്റും. ഓക്കെ, 4 hourൽ നമുക്കൊരു റേഞ്ച് ആയിട്ടുണ്ടായിരുന്നത്. ആ റേഞ്ചിൻ്റെ ലോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പ്രീവിയസ് ഡേൻ്റെ ലോ കൂടെ ആയിരുന്നു. ഓക്കെ, പിന്നെ പ്രൈസ് ഓൾറെഡി ഇവിടെ ഒരു 4 hour FVG ഉണ്ടായിരുന്നു. സോ ഈ ഒരു 4 hour FVG ഒരു വട്ടം ടെസ്റ്റഡ് ആണ്. ഓക്കെ, ഈ ഒരു പോയിന്റിൽ ടെസ്റ്റ് ചെയ്തിട്ടുണ്ട്. സോ ആ ഒരു ടെസ്റ്റ് ചെയ്ത സമയത്ത് പ്രൈസിന് പുതിയൊരു ഹൈ ക്രിയേറ്റ് ചെയ്യാൻ പറ്റിയിട്ടൊന്നുമില്ല. പ്രൈസ് ഇവിടെ വന്നു, പ്രൈസ് എന്ത് ചെയ്തു, ജസ്റ്റ് ഇവിടെ വരെ തിരിച്ചു വന്നു, ഇവിടെ ഇങ്ങനെ റേഞ്ച് ആയിട്ട് നിൽക്കുകയാണ്. സോ പുതിയൊരു ഹൈ ക്രിയേറ്റ് ചെയ്യാനുള്ള സ്ട്രെങ്ത്ത് പ്രൈസ് കാണിച്ചിരുന്നില്ല. ഓക്കെ, സോ അത് നമുക്ക് അടുത്തൊരു ഡൗൺ സൈഡാണ് എക്സ്പെക്റ്റ് ചെയ്യാം എന്നുള്ളതിൻ്റെ ഒരു കൺഫർമേഷൻ കൂടി, അല്ലാന്നുണ്ടെങ്കിൽ അതിനുള്ളൊരു ബയാസ് എന്ത് ചെയ്തു, ഈ ഒരു കാര്യം കൂടി നമുക്ക് തന്നു. ഓക്കെ, പിന്നെ നമുക്ക് 1 hour ടൈം ഫ്രെയിമിലാണ് കാര്യങ്ങൾ നോക്കാനുള്ളത്. ഓക്കെ, സോ 1 hour ടൈം ഫ്രെയിമിൽ നമ്മൾ നോക്കുന്ന സമയത്ത് പ്രൈസ് ഏറ്റവും ലാസ്റ്റ് ഒരു സ്ട്രക്ചർ നമുക്ക് ബ്രേക്ക് ചെയ്ത് കാണാം. ഓക്കെ, സോ ഹിയർ നമുക്ക് കാണാം. ഓക്കെ, സോ 1 hourൽ പ്രൈസ് ഇവിടെ നമുക്കൊരു ബ്രേക്ക് തന്നിട്ടുണ്ട്. ഓക്കെ, ഈ ലോ. സോ അതിന് കാരണമായിട്ടുള്ള ഒരു ഓർഡർ ബ്ലോക്കാണ് ഇത്. സോ അതിൻ്റെ ആ ഒരു ഓപ്പണിങ് എന്ത് ചെയ്തു, ഇവിടെ ഓർഡർ ബ്ലോക്കായിട്ട് ഇവിടെ മാർക്ക് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഓക്കെ, പിന്നെ നമുക്ക് 8 AM ലോ ആൻഡ് ഹൈ ഇവിടെ നമുക്ക് കാണാൻ പറ്റും. 8 AM ക്യാൻഡിൽ ആക്ച്വലി ആ ഒരു ഓർഡർ ബ്ലോക്കിൻ്റെ തൊട്ടടുത്താണ് ക്ലോസ് ചെയ്തിട്ടുള്ളത്. ഓക്കെ, അതുപോലെ 8 AM ലോ ഇവിടെ കാണാം. സോ ഇവിടെ നമുക്ക് എക്സ്പെക്റ്റേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പ്രൈസ് 8 AM ഹൈ സ്വീപ്പ് ചെയ്ത് ഈ ഒരു ഓർഡർ ബ്ലോക്കിൽ എന്തെങ്കിലും കൺഫർമേഷൻ തന്നാൽ ഷോർട്ട്. ഇതായിരുന്നു ആക്ച്വലി ട്രേഡ് പ്ലാൻ. ഓക്കെ, സോ നമുക്ക് ഇനി ഈ ഒരു എക്സിക്യൂഷൻ എന്ന് പറയുന്നത് 1 minute ടൈം ഫ്രെയിമിലാണ്. ഓക്കെ, സോ നിങ്ങൾക്ക് ഒരു കാര്യം കൂടി ചെയ്യാം. ഇവിടെ നമുക്ക് ഒരു വെർട്ടിക്കൽ ലൈൻ മാർക്ക് ചെയ്യാം. എന്തിനാ വെച്ചാൽ 9:30 ഓപ്പണിങ് മനസ്സിലാക്കാൻ വേണ്ടിയിട്ടാണ്. എന്ന് വെച്ചാൽ പ്രൈസ് ഇവിടെയാണ് എന്ത് ചെയ്തത്, 9:30 ഓപ്പൺ, ലൈക്ക് ഈ ഒരു വെർട്ടിക്കൽ ലൈൻ ഇവിടെ താഴെ നമുക്ക് കാണാൻ പറ്റും. ഓക്കെ, 9:30 ഓപ്പൺ ഇവിടെയാണ് വരുന്നത്. ഓക്കെ, ഇവിടെ നമുക്ക് പ്രൈസ് ഇവിടെ 9:30 എന്നുള്ള നമുക്ക് എന്ത് ചെയ്യാം, ഇവിടെ സെറ്റ് ചെയ്യാം ഈ ഒരു വെർട്ടിക്കൽ ലൈന്. ഓക്കെ, സോ ഇവിടെ നിന്നാണ് ന്യൂയോർക്കിലെ സ്റ്റോക്ക് മാർക്കറ്റ് ഓപ്പൺ ആവുന്ന സമയം. ഓക്കെ, സോ ഇനി നമ്മൾ നോക്കുന്നത് എന്താണ്, പ്രൈസ് ATM ഹൈ എടുക്കണം. ശേഷം നമുക്ക് ഈ ഒരു ഓർഡർ ബ്ലോക്ക് ടാപ്പ് ചെയ്തിട്ട് എന്ത് ചെയ്യണം, കൺഫർമേഷൻ തരണം. ലെറ്റ്സ് സീ. സോ ഇവിടെ നമുക്ക് കാണാൻ പറ്റും പ്രൈസ് ആ ഒരു ATM ഹൈ എടുത്തു ശേഷം നമ്മുടെ ഈ ഒരു ഓർഡർ ബ്ലോക്ക്, ഇത് നമ്മളെ ഓർഡർ ബ്ലോക്കാണ് ഈ ഒരു പോയിന്റ്. ഓക്കെ, നമ്മളെ മാർക്ക്, ഇത് നമ്മളെ ഓർഡർ ബ്ലോക്കാണ്. സോ ഇവിടെ നമുക്ക് ഒരു FVG ഇവിടെ കാണാം, ഏറ്റവും ലാസ്റ്റ് ബുള്ളിഷ് FVG. ഓക്കെ, സോ ഈ ഒരു FVG താഴോട്ടേക്ക് ഇൻവേഴ്സ് ആവുകയാണെന്നുണ്ടെങ്കിൽ ഷോർട്ട് നോക്കാം എന്നായിരുന്നു പ്ലാൻ. ഓക്കെ, സോ നമുക്ക് നോക്കാം. ഇതിൻ്റെ കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പോൾ പ്രൈസ് ബുള്ളിഷ് ആയിട്ടാണ് മേലോട്ടേക്ക് വരുന്നത്. സോ ഈ ഒരു ബിയറിഷ് ഓർഡർ ബ്ലോക്കിൽ പ്രൈസ് വന്ന ശേഷം ലാസ്റ്റ് ബുള്ളിഷ് പോയിൻറ്റ്സിന് ഡിസ്റെസ്പെക്റ്റ് ചെയ്യാന്നുണ്ടെങ്കിൽ അവിടെ വീണ്ടും സെല്ലേഴ്സ് ആക്റ്റീവ് ആവും. ശേഷം നമുക്ക്
ആ ഒരു കണ്ടിന്യൂഷൻ, അല്ലെന്നുണ്ടെങ്കിൽ ട്രെൻഡ് ഡൗൺ ആയി എന്ന് ഉറപ്പിക്കാം, ഷോർട്ട് എടുക്കാം. ഇതാണ് പ്ലാൻ. ഓക്കെ, സോ നമുക്ക് നോക്കാം. പ്രൈസ് കാണാൻ പറ്റും. ഈ ഒരു ക്യാൻഡിൽ ഇവിടെ എന്ത് ചെയ്തു, നമുക്ക് ക്ലോസിങ് വന്നു ഈ ഒരു ക്യാൻഡിൽ. ഓക്കെ, ഈ ഒരു ക്യാൻഡിൽ ക്ലോസിങ് വന്നു. സോ നമുക്ക് എന്ത് ചെയ്യാം, അടുത്തൊരു ക്യാൻഡിലിൻ്റെ ഓപ്പണിങ്ങിൽ നമുക്ക് എന്ത് ചെയ്യാം, ഷോർട്ട് ചെയ്യാം. എന്ന് വെച്ചാൽ ഇവിടെ റീടെസ്റ്റ് ചെയ്യുന്ന സമയത്ത് നമുക്ക് എന്ത് ചെയ്യാം, ഷോർട്ട് ചെയ്യാം. സ്റ്റോപ്പ് ലോസ് ഈ ഒരു ഹൈൻ്റെ മേലെ. ആൻഡ് നമുക്ക് എന്ത് ചെയ്യാം, പ്രീവിയസ് ഡേ ലോ, അതുപോലെ ATM ലോ. ഇത് ATM ലോ ഫസ്റ്റ് ടാർഗറ്റ്, പ്രീവിയസ് ഡേ ലോ ഫൈനൽ ടാർഗറ്റ്. സോ 1:4. ഓക്കെ, സോ പ്രൈസ് നമുക്ക് ലോജിക്കലി ഏത് ടാർഗറ്റാണോ തരുന്നത് അതുവരെ നമുക്ക് ടാർഗറ്റ് ചെയ്യാം. എന്ന് വെച്ചാൽ നമുക്ക് ഇവിടെ വരെ 1:2 ബുക്ക് ചെയ്യണം എന്നില്ല. നമ്മളെ ഫസ്റ്റ് ടാർഗറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ലോജിക്കലി ഈ ഒരു ATM ലോ ആണ്. സോ അതുവരെ 1:3 ഉണ്ട്. പിന്നെ അടുത്തൊരു ലിക്വിഡിറ്റി വരുന്നത് പ്രീവിയസ് ഡേ ലോ ആണ്. അതുവരെ നമുക്ക് 1:4 ഉണ്ട്. സോ അതുവരെ നമുക്ക് എന്ത് ചെയ്യാം, ഈസി ആയിട്ട് ടാർഗറ്റ് ചെയ്യാം. ഓക്കെ, ലെറ്റ്സ് സീ. കാണാൻ പറ്റും ഫസ്റ്റ് സിംഗിൾ ക്യാൻഡിൽ തന്നെ നമുക്ക് ATM ലോ ടാർഗറ്റ് റീച്ചായി. ഓക്കെ, ഇനി നമുക്ക് പ്രീവിയസ് ഡേ ലോൺ അടുത്ത ടാർഗറ്റ്. സോ നമ്മളെ ടാർഗറ്റ് എന്ത് ചെയ്തു, ഹിറ്റ് ചെയ്തു. ഓക്കെ, സോ ഇത്രയും സിമ്പിളാണ് ആക്ച്വലി ഈ ഒരു ATM CR എന്ന് പറയുന്നത്. നമുക്ക് വേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ആ ഒരു കീ ടൈം ആൻഡ് കീ ലെവൽ അത് ഇമ്പോർട്ടൻ്റ് ആണ്. ഓക്കെ, സോ നമ്മൾ ATM ഹൈ പേർജ് ചെയ്യുന്ന സമയത്ത് അല്ലെങ്കിൽ അത് ടേക്ക് ചെയ്യുന്ന സമയത്ത് ഇവിടെ നമുക്ക് ഏതെങ്കിലും ഒരു ഹയർ ടൈം ഫ്രെയിം കീ ലെവൽ വേണം. ഓക്കെ, ശേഷം നമ്മൾ എന്ത് ചെയ്യും, അവിടുന്ന് കൺഫർമേഷൻ നോക്കിയിട്ട് ട്രേഡ് എടുക്കും. ഓക്കെ, അത് സംഭവിക്കേണ്ടത് ഈ ഒരു 9:30 നിയർ ആയിട്ടില്ല, അല്ലെങ്കിൽ US ഓപ്പണിൻ്റെ മുന്നായിട്ടായിരിക്കണം, അല്ലെങ്കിൽ US ഓപ്പൺ ചെയ്ത ശേഷം അങ്ങനെ നോക്കാം. ഓക്കെ, ഇവിടെ നമുക്ക് ഓപ്പണിങ്ങിന് മുന്നേ തന്നെ പ്രൈസ് ജസ്റ്റ് കൺഫർമേഷൻ തന്നു, ഓപ്പണിങ്ങിൽ എൻട്രി തന്നു. ചില സമയത്ത് ഓപ്പൺ ചെയ്തതിന് ശേഷം പ്രൈസ് എന്ത് ചെയ്യും, നമുക്ക് എൻട്രി ഫോം ചെയ്തിട്ട് എക്സിക്യൂട്ട് ചെയ്തിട്ട് പോകും. ഓക്കെ, രണ്ട് രീതിയിലും വരാം. ഓക്കെ, സോ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഹെൽപ്ഫുൾ ആയെന്ന് തോന്നുന്നു. ഓക്കെ, സോ ഹെൽപ്ഫുൾ ആയെന്നുണ്ടെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യുക, ലൈക്ക് ചെയ്യുക. ആൻഡ് നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ട്സോ കാര്യങ്ങളോ ഉണ്ടെന്നുണ്ടെങ്കിൽ കമൻറ്റിൽ എന്ത് ചെയ്യുക, രേഖപ്പെടുത്തുക. അതിനനുസരിച്ച് എന്ത് ചെയ്യാം, ഞാൻ റിപ്ലൈ തരാം. ഓക്കെ, സോ നമുക്ക് എന്ത് ചെയ്യാം, വീണ്ടും അടുത്തൊരു വീഡിയോ ആയിട്ട് വീണ്ടും മീറ്റ് ചെയ്യാം. ഓക്കെ, അപ്പോൾ താങ്ക് യു ഓൾ.